ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് വീട്ടിലെ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയും കൂടി ഉണ്ട്. അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. അപ്പൊ ഇതാ ഞങ്ങൾ ഇവിടെ ചേന കളക്കിയാണ് കേട്ടോ. അമ്മയും അച്ഛയും കൂടി ഇതാ ചേന കളക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ അച്ഛനെയും വിളിച്ചിരുന്നു കേട്ടോ, നമുക്ക് വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിരുന്നു. അപ്പൊ ചേന കളക്കുന്നത് എന്തുകൊണ്ടാന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ. പന്നി ശല്യം ഉള്ളതുകൊണ്ട് പന്നികൾ വന്നിട്ട് വെറുതെ അതൊക്കെ നശിപ്പിച്ച് പോവാണ് കേട്ടോ. അപ്പൊ നമുക്ക് തിന്നാലോ, അപ്പൊ അത് ഉള്ളത് കളച്ചെടുക്കാന്ന് പറഞ്ഞിട്ട് അച്ഛൻ രാവിലെ പറയൽ തുടങ്ങിയതാണ്. ഉള്ളത് കളച്ചെടുക്കുക, എന്നിട്ട് കളച്ചവിടെ കൊണ്ടുവച്ചിട്ട് കുറേശ്ശെ നമുക്ക് കൂട്ടാൻ വെക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കളച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് ശരിക്കും കളയ്ക്കാനായിട്ടൊന്നുമില്ല, കുറച്ചും കൂടിയൊക്കെ ഇവിടെ കടന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടിയും വലിയതാവുകയോ ചെയ്യും. പിന്നെ ഞങ്ങള് എല്ലാ വർഷവും അങ്ങനെ മുഴുവനൊന്നും കളച്ചെടുക്കലില്ല കേട്ടോ, 2 വർഷമൊക്കെ അവിടെ നിർത്തലുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോൾ വലിയ ചേന ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനത്തെ ചേനകളാണ് കേട്ടോ. കുറെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നില്ല, ഒരു ചേന 10-20 കിലോനൊക്കെ ഉണ്ടാവും. അത്രയും വലിയ ചേനയൊക്കെ നമ്മളെ തൊടിയിൽ കളച്ചെടുക്കലുണ്ട്. അപ്പൊ എന്തായാലും ഇതിപ്പോ അങ്ങനെ നിർത്താൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് കളച്ചെടുക്കുകയാണ്. അപ്പൊ അച്ഛതാക്കണ കളക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ മഴ ചാറുന്നുണ്ട്. അപ്പൊ എന്നാല് കുറച്ചെണ്ണം കളച്ചെടുക്കുക, ബാക്കി നമുക്ക് അവിടെ തണ്ടൊക്കെ വെട്ടിയിട്ട് അതിങ്ങനെ മൂടിയിടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പൊ അച്ഛയും അമ്മയും തന്നെയാണ് ഇതൊക്കെ ചെയ്യണത്. ഞാനിതാ ഇവിടെ വീഡിയോ എടുത്തോണ്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ചേന നല്ലോണം വേവിട്ടോ, നെയ്യ് പോലെ ആവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നാളെ തന്നെ ഇത് കുമ്പളങ്ങയും ചേനയും കറി വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കളയ്ക്കണ സമയത്ത് തന്നെ. അപ്പൊ ചില ചേനയ്ക്കൊന്നും തീരെ വലുപ്പല്ല കേട്ടോ. അങ്ങനത്തെ ചേനയൊന്നും ശരിക്കും ഞങ്ങൾ കളച്ചെടുക്കില്ല. തണ്ട് വണ്ണല്ലാത്തതൊന്നും കളയ്ക്കലില്ല. അത് പിറ്റത്തെ വർഷത്തേക്കാണ്ട് നിർത്തലാണ്. അപ്പൊ ഒന്നും കൂടി അതിന്റെ ഇരട്ടി വലിപ്പാവൂലേ, അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത്. അപ്പൊ എന്തായാലും കിട്ടിയത് കളയണ്ടെന്ന് പറഞ്ഞിട്ട് മുഴുവനായിട്ട് ഇതാക്കണ കളച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് അവിടെ അങ്ങനെ മൂടിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് ബാക്കി കളച്ചെടുക്കുക. തണ്ടൊക്കെ വെട്ടി നിർത്തിയിട്ടുണ്ട്. അപ്പൊ തണ്ട് വെട്ടി നിർത്തിയാൽ വല്ലാതെ ശ്രദ്ധയപ്പെടൂല എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ നിർത്തിയത് കേട്ടോ. അപ്പൊ ഇന്ന് ഇനി എന്തായാലും ഇത് കറിയൊന്നും വെക്കണില്ല, ഇന്ന് അവിടെ കൊണ്ടൊക്കെയാണ്. അപ്പൊ ഉപ്പേരി വെച്ചാലും കറി വെച്ചാലും എങ്ങനെയായാലും ചേനയൊക്കെ എല്ലാവരും കഴിക്കട്ടോ, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ അമ്മ അത് കളക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, പണ്ടൊക്കെ ആണെങ്കിൽ ചേന വെട്ടി പുഴുങ്ങിയിട്ട് കാന്താരി ചമ്മന്തിയും കൂട്ടി തിന്നും, നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു ദിവസം ചേന പുഴുങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറെ മുന്നേ അങ്ങനെ ഞങ്ങൾ ചെയ്തപ്പോൾ അന്നത്തെ ചേന വേവാത്തൊരു ചേനയായിരുന്നു കേട്ടോ. അപ്പൊ ഇതെന്തായാലും അങ്ങനെ ചെയ്ത് നോക്കണം ഒരിക്കൽ. പിന്നെ ഇതാ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ പിറ്റേ ദിവസം രാവിലെ ഇതാ അടുക്കളയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. കുളിക്കാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാല് പനിയൊക്കെ ഇപ്പോഴും മാറിയിട്ടുണ്ട്, തലവേദനയും മാറിയിട്ടുണ്ട്. പക്ഷെ ചുമ മാറിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊണ്ട കാറിയിട്ട് ഒരു ചുമയാണ് കേട്ടോ. അപ്പൊ അത് വല്ലാത്തൊരു സ്വൈരക്കേടാണ്. വൈകുന്നേരം ആയാലാണ് കൂടുതൽ നമ്മൾ ഉറങ്ങാനൊക്കെ അയക്കാത്തൊരു ശല്യപ്പെടുത്തുന്ന ഒരു ചുമയാണ്. അപ്പൊ ഞാൻ കുളിച്ചിട്ടില്ല, മേലൊക്കെ കഴുകിയിട്ട് അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതാ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളെ തക്കാളി മരത്തുമെന്ന് പറിച്ച തക്കാളിയാണ് കേട്ടോ. തക്കാളിക്കൊക്കെ ഭയങ്കര വിലയാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ നമ്മളെ എന്താ പറയാ ആവശ്യത്തിനും അതിന്റെ അപ്പുറവും തക്കാളിയൊക്കെ ഇപ്പൊ നമ്മളെ വീട്ടിലുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അന്ന് രാവിലെ ഒന്നും വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടില്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത്. രാവിലെ ഒന്നും ഒരു ഉഷാറില്ലാത്ത പോലെയായിരുന്നു, അതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പൊ ഇന്ന് ചായക്ക് ദോശയും ചമ്മന്തിയൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ കറി ഇതാക്കണേ കുമ്പളങ്ങയും ചേനയും കൂടി പുളി ഒഴിച്ചിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പൊ കുമ്പളങ്ങയും ചേനയും അടുപ്പത്ത് വെക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് പിന്നെ അത് വെന്തതിന് ശേഷം ഒറ്റ വിസിൽ അടിച്ചെടുത്തിട്ടുള്ളൂ. അപ്പൊ തന്നെ ചേന പായസമായിട്ടുണ്ട് കേട്ടോ. അത്രയും വെന്തിട്ടുണ്ട്. നല്ല നെയ്യ് പോലത്തെ എന്താ പറയാ വെണ്ണ പോലത്തെ ചേന എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ചേന തന്നെയാണ്, അടിപൊളിയാണ്. അപ്പൊ എന്തായാലും ഒരു ദിവസം പുഴുങ്ങി കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഞാനത് ഒറ്റ വിസിൽ അടിച്ചെടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ കുക്കർ തുറന്നിട്ടുണ്ട് കേട്ടോ, ആവിയൊക്കെ കളഞ്ഞിട്ട്. അതിനുശേഷം പുളി ഒഴിച്ച് തിളപ്പിച്ചു, ഉപ്പൊക്കെ ചേർത്തിട്ട്. പിന്നെ ഇതാക്കണേ അതിലേക്കൊന്ന് വറവിട്ടെടുക്കുകയാണ്. അപ്പൊ ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കറിയാണ്, പണ്ടേത്തെ കറിയാണ് കേട്ടോ. ഇപ്പത്തെ എല്ലാവർക്കും ഒന്നും ഇതിനോട് വലിയ യോജിപ്പൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതിലേക്കൊന്ന് വറവിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ ഏട്ട ഇവിടെ ചായക്ക് വേണ്ടി ഹാജരായിട്ടുണ്ട്. അപ്പൊ ഏട്ടനുള്ള ചായ എടുത്തു കൊടുക്കുകയാണ്. അപ്പൊ ഇതാക്കണ കലക്കി ഒഴിച്ചിട്ടുള്ള ആ ചീയപ്പല്ലേ, നമ്മളിവിടെ കലക്കി ഒഴിച്ച അപ്പം എന്ന് പറയും കേട്ടോ, കലക്കി പാർന്നപ്പം അങ്ങനെയൊക്കെ പറയലുള്ളത്. അപ്പൊ ചിലര് ചീയപ്പം എന്നൊക്കെ പറയില്ലേ, അപ്പൊ ആ ഒരു അപ്പാണ്. അതും തക്കാളി ചമ്മന്തിയാണ്. അപ്പൊ ഇന്ന് തക്കാളി ചമ്മന്തിയിൽ ഞാൻ കുറച്ച് നാളികേരം കൂടിയും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു കുറച്ച് കട്ടിക്ക് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നാളികേരം കൂടിയും ചേർത്താല് നമ്മൾ തക്കാളി ചമ്മന്തിക്ക് ഇങ്ങനെ ആ കൂട്ടുണ്ടാക്കൂല, അതിൽ കുറച്ച് നാളികേരം ചെറുകിയതും കൂടി ഇട്ടിട്ട് അരച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആണ്. ഇനിയിപ്പോ വറവിട്ട് കൊടുക്കണമെങ്കിൽ ഒന്നുകൂടിയും വറവിട്ട് കൊടുക്കട്ടോ. പിന്നെ ആദ്യം തന്നെ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടുകൊണ്ട് വീണ്ടും വെളിച്ചെണ്ണ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വറവിട്ടിട്ടില്ല.
അപ്പൊ ഏട്ടൻ പറയുന്നുണ്ട് എന്തിനാ അത്ര വലിയ ദോശ ഉണ്ടാക്കിയത്, ചെറിയ ദോശ ഉണ്ടാക്കി കൂടി വയ്ക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ നമ്മൾ ആ ചട്ടിന്റെ അത്രയും വലുപ്പത്തിലല്ലേ നമുക്ക് ഇങ്ങനത്തെ അപ്പം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സാധാ ഉഴുന്ന ദോശയാണെങ്കിൽ പിന്നെ വലിപ്പം കുറയ്ക്കും കൂട്ടും ഒക്കെ ചെയ്യുക. അപ്പൊ അത് അവർക്കറിയില്ലല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ പറയുന്നത് വെള്ളം പോലത്തെ മാവാണ്, അത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആകെ അങ്ങോട്ട് പരക്കും, അതുകൊണ്ടാണ് വലിയ ദോശയാവണം, നിങ്ങൾക്ക് 2 തിന്നാൽ പോരെ 3 തിന്നൊന്നും വേണ്ടല്ലോ എന്നൊക്കെ അങ്ങനെ പറയുന്നു. അപ്പൊ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉച്ചത്തേക്കുള്ള ചോറിന് കേട്ടോ, ഏട്ടന് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അരിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം തിളച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പേരി ഞാനിവിടെ കുറച്ച് പയറും കുറച്ച് അമരയും കുറച്ച് കൈപ്പങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മിക്സഡ് ഉപ്പേരിയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഓർക്കാപ്പുളി മരത്തുമെന്ന് കുറച്ച് ഓർക്കാപ്പുളി പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അച്ചാറിടാൻ പറഞ്ഞിരുന്നു ഏട്ടൻ. അപ്പൊ എനിക്ക് കുറച്ച് സമയം കിട്ടിയപ്പോ ഞാൻ ഒരു ഇത്തിരി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ബാക്കിയും കൂടി അരിയാനാണ്. അപ്പൊ ഇതാ കറിക്ക് വറവിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു. ഉണക്കമുളക് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ, ഞാനിപ്പോൾ ഇടാനൊന്നും പോയിട്ടില്ല. എങ്ങനെയായാലും ഇപ്പൊ അത് കൂട്ടുന്നുള്ള ധാരണയിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതാക്കണ ഉലുവ ഇട്ടാണ്ട് ഇങ്ങനെ താളിച്ചൊഴിക്കുന്നതാണ് പുളിങ്കറിയിൽ കൂടുതലായിട്ടും ഇഷ്ടമുള്ളത്. നമ്മൾ മോരുകറിയൊക്കെ വെക്കുമ്പോൾ ഉലുവേലല്ലേ താളിച്ചൊഴിക്കുക. കടുക് ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ ഇടലുള്ളൂ കേട്ടോ, കടുകിൽ അങ്ങനെ താളിച്ചൊഴിക്കണ എനിക്കിഷ്ടമല്ല പുളിങ്കറിയിൽ. അപ്പൊ ഉലുവയും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ താളിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല അടിപൊളി കറിയാണ്. ഇനിയിപ്പോ ഇതിലേക്ക് നാളികേരം അരക്കേണ്ടവർക്ക് ഈ സമയത്ത് നാളികേരം അരച്ചൊഴിക്കുക കേട്ടോ, തൈര് ഒഴിക്കേണ്ടവർക്ക് തൈര് ഒഴിക്കുക പുളിക്ക് പകരം. ഇതിപ്പോ സിമ്പിൾ ആയിട്ടുള്ള കറിയാണ്. പണ്ടത്തെ ആൾക്കാർക്കൊക്കെ കൂടുതലായിട്ടും ഇഷ്ടം ഇങ്ങനത്തെ കറികളാണ്. അങ്ങനെ കറി ഉപ്പേരിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു 3-4 മീൻ ഉണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസം ഞാൻ ഒരു ഇത്തിരി മീൻ അവിടെ എടുത്ത് വെച്ചിരുന്നു, കുറച്ചെന്നെ ഉള്ളു. അപ്പൊ അത് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏട്ടനും മക്കൾക്കൊക്കെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു വെച്ചതാണ് കേട്ടോ. നമുക്ക് ഉച്ചയ്ക്ക് ഇനിയിപ്പോ മീനൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, വൈകുന്നേരത്തേക്ക് ഒരു വരുമ്പോഴേക്കും വീണ്ടും മീനോ മുട്ട എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. അങ്ങനെയാണ്. ഉച്ചത്തേക്ക് ഇക്കും അമ്മയ്ക്കും അച്ഛയ്ക്കും അങ്ങനെ ഒരു കാര്യത്തിലും നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് കറിയോ ഉപ്പേരിയോ ചമ്മന്തി എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ ചോറുന്നു. അപ്പൊ കറിയൊക്കെ ഞാനൊരു പാത്രത്തേക്ക് വിളമ്പിയിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ല എന്താ പറയാ ഇപ്പം ഇങ്ങോട്ട് വെന്തിട്ടുള്ളല്ലോ, അതുകൊണ്ട് ഒന്നിട്ട് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ചോറൊക്കെ വെന്തിട്ടുണ്ട്. അങ്ങനെ ചോറൊക്കെ ഊറ്റിയെടുത്തു. അപ്പൊ ഏട്ടനും മക്കൾക്കും കൊണ്ടുപോകാനുള്ള ചോറ് കേട്ടോ ആദ്യം വെച്ചത്. കുറച്ച് റേഷനരി ഇട്ടിട്ട് വെക്കലുണ്ടല്ലോ, ആ ഒരു ചോറ് വെന്തു. അത് കഴിഞ്ഞിട്ടതാ നമ്മളെ വേവുള്ള അരി അടുപ്പത്ത് വെച്ചിരുന്നു. അപ്പൊ അത് തിളച്ച് കഴിഞ്ഞപ്പോൾ നല്ലോണം തിളച്ചിട്ട് കുറച്ച് സമയമായി. അപ്പൊ ഇത് വേവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ അത് റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അടുപ്പത്ത് ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാനില്ല, കുടിക്കാനുള്ള വെള്ളമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ അത് തിളച്ചിട്ടുണ്ടെങ്കിൽ ആ ചൂടടുപ്പത്ത് തന്നെ അങ്ങനെ വെക്കൂട്ടോ. അപ്പോഴേക്കും ഇതാക്കണ കറിയൊക്കെ ഒന്നങ്ങോട്ട് ചൂട് പോയിട്ടുണ്ട്. നല്ലോണം ചൂട് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നമ്മള് സ്റ്റീലിന്റെ കുപ്പിയിലല്ലേ ആക്കണത്. പ്ലാസ്റ്റിക്കിന്റെയിലാണെങ്കിലാണ് നല്ലോണം തണുത്താറിയിട്ട് ആക്കേണ്ടത്. അപ്പൊ അത് കുപ്പിയിലാക്കിയിട്ടുണ്ട്. അപ്പൊ 8 മണി 8:05 ആയപ്പോഴേക്കും ഇതാക്കണേ ഏട്ടനുള്ള ചോറും കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഏട്ടന്റെ ചായയുടെയും കഴിഞ്ഞു. അപ്പൊ എന്റെ അടുക്കളയത്തെയും ഒരുവിധം പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ മക്കളൊക്കെ ചായ കുടിക്കേണ്ട പണിയൊക്കെ ഉള്ളൂ. അപ്പൊ അമ്മ ദാ ഒരു ഭാഗത്ത് കൂടെ പോയാണ്ട് കുറച്ച് വഴുതനങ്ങ പറിച്ചുകൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഭാഗത്ത് കൂടെ പോയി കുറച്ച് പറിച്ചുകൊണ്ട് മറ്റേ ഭാഗത്ത് കൂടെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ അമ്മ പോവുള്ളൂ. അങ്ങനെയാണ്, കൊഴക്ക് മാറി അങ്ങനെയൊക്കെയാണ് അമ്മ ഓരോന്ന് ചെയ്യട്ടോ. അല്ലാതെ ഒന്നിച്ചങ്ങോട്ട് അമ്മേനെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. പതുക്കെ പതുക്കെ ഒരു കാര്യത്തിലും ധൃതി പിടിക്കാൻ പറ്റൂല, സാവകാശം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അമ്മയ്ക്ക് അമ്മേന്റെ ഇഷ്ടത്തിന് എങ്ങനെ ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല തടിക്ക്. നമ്മള് ധൃതി പിടിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അമ്മയ്ക്ക് ഭയങ്കര ഗതികേടാവും കേട്ടോ. അപ്പൊ അങ്ങനെ വഴുതനങ്ങയൊക്കെ പറിച്ചു കൊടുത്തിട്ടുണ്ട്. ഏട്ടനുള്ള ചോറൊക്കെ ആക്കി മീനും ഉപ്പേരിയും അച്ചാറും കറിയും വെള്ളവും ഒക്കെ ആക്കി ഇതാക്കണ ബാഗിലാക്കിയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കിയിരുന്നു കേട്ടോ, ചോറായങ്ങ കൊണ്ടിരുന്ന് പറയണ്ടായിരുന്നു. അങ്ങനെ ദേഷ്യമൊന്നുമില്ല കേട്ടോ, നമ്മളൊരു 5 മിനിറ്റോ 10 മിനിറ്റോ വൈകി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഈറടിക്കൊന്നുമില്ല. ചിലർക്കുണ്ടല്ലോ പെട്ടെന്ന് അങ്ങോട്ടൊരു ഈറയൊക്കെ വരുമല്ലോ, അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പൊ അമ്മ അതാക്കണ തൊടി കൂടെയൊക്കെ പോയി കുഴങ്ങി കുത്തിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് വേണം ചായ കുടിക്കാനെന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാനും അമ്മയും കുറച്ചു നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന ഏട്ടൻ പോയി. അത് കഴിഞ്ഞ് മക്കളതാക്കണ നീച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ കണ്ണിന് നല്ല പനിയാണ് കേട്ടോ, പനിയും ചുമയൊക്കെയാണ്. അപ്പൊ ഓനെ സ്കൂളിലേക്ക് വിടണില്ല. അനുമോൾ അവിടെ കിടക്കുന്നുണ്ട്. അനുമോക്കും ഇതാക്കണ ജലദോഷം പിടിച്ചിട്ടുണ്ട്. നന്ദൂനും ഇപ്പൊ പനിയൊക്കെ മാറിയിട്ടുള്ളൂ, എന്നാലും കഫക്കെട്ട് ശരിക്കും ഇവിടെ മാറിയിട്ടില്ല. അപ്പൊ രാവിലെ ഇതാക്കണ 3 കൂടി ഇങ്ങനെ കിടന്നപ്പോ എന്നെ വിളിച്ചതാണ് കേട്ടോ, അമ്മ അങ്ങോട്ട് വരിയെന്ന് പറഞ്ഞിട്ട്. അപ്പൊ കുറച്ചു നേരം ഓൾക്ക് വർത്താനം പറയാനും കൊഞ്ചാനൊക്കെ വേണ്ടിയിട്ടാണ് വിളിച്ചിട്ടുള്ളത്. അപ്പൊ അമ്മക്ക് നമ്മളെ പണീന്റെ ഇടയിൽ കൂടെ ഇതിനൊന്നും ഒഴിവുണ്ടാവില്ലല്ലോ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഒഴിവുണ്ടാക്കിയേ പറ്റുള്ളൂ, എന്നാലുള്ളൂ മക്കളെ കാര്യങ്ങളിലൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെ വിചാരിക്കലുണ്ട് കേട്ടോ, എന്റെ കുട്ടികളൊപ്പം കുറച്ച് ഇറങ്ങിയിരിക്കട്ടെ, ഇല്ലെങ്കിൽ ഓരോ കളിയും ചിരിയൊന്നും നമുക്ക് കാണാൻ പറ്റൂലല്ലോ. നമ്മളതൊക്കെ ഒരുങ്ങി ഒരു ഭാഗത്ത് ഇരിക്കുമ്പോഴേക്കും ഒരു 4 വഴിക്ക് തിരിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിലോ ഒരു വലിയ കുട്ടികളായിട്ടുണ്ടാവും. അപ്പൊ പിന്നെ അതിനൊന്നും നമുക്ക് സമയം കിട്ടൂല. അപ്പൊ ഒരു ഇത്തിരി സമയമാണെങ്കിലും ഓരപ്പം അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഓർക്കും ഒരു സന്തോഷമാണ്, നമുക്കും ഒരു സന്തോഷമാണ്. അപ്പൊ വിക്രസ് കാട്ടണുണ്ടല്ലേ, എന്റെ പെരടിയിലൊക്കെ കയറി ഇരിക്കുകയാണ് കേട്ടോ. ഇനി തല മസാജ് ചെയ്ത് തരാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അല്ലെങ്കിലും കുറച്ചായിട്ട് നമ്മളെ നന്ദൂരും ഭയങ്കര കൊഞ്ചലാണ് കേട്ടോ. അപ്പൊ അമ്മ എപ്പോഴും പറയലുണ്ട്, എന്റെ ചെറിയ കുട്ടിയല്ലേ, അപ്പൊ അതെങ്ങനെയാ കൊഞ്ചാതിരിക്കുകയെന്നൊക്കെ പറയലുണ്ട്. അപ്പൊ അങ്ങനെ ഓന്റെ കളിയും ചെറിയ വർത്താനൊക്കെ കേൾക്കാൻ ഒരു പ്രത്യേക രസമാണ്.
അങ്ങനെ കുറച്ചു നേരമൊക്കെ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞതാക്കണം അനുമോളോടെയും പല്ല് വയ്ക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും കണ്ണന് ചായ കൊടുത്തിട്ടോ. കണ്ണന് മരുന്ന് കൊടുക്കാനുണ്ട്. ഓനപ്പോൾ 2 ദിവസം മുന്നേ ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. അപ്പൊ അവിടുത്തെ മരുന്നുണ്ട്, അത് കൊടുക്കണം. ഇനിയിപ്പോൾ ഇന്ന് എന്തായാലും മോനെ ഇവിടെ പ്രൈവറ്റ് ആയിട്ട് കുട്ടികളെ ഡോക്ടറെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണം വിചാരിക്കുന്നുണ്ട്. പനിക്കും വിടും അങ്ങനെയൊക്കെയാണ്. അപ്പൊ അമ്മയും ഓനും അവിടെ ചായ കുടിക്കുന്നുണ്ട്. നന്ദൂനുള്ള ചായയൊക്കെ തന്നെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു പ്ലേറ്റിൽ എടുത്തതാണ് കേട്ടോ. എനിക്കൊരു ദോശയും നന്ദൂനൊരു ദോശയും ചമ്മന്തി എടുത്തിട്ടുണ്ട്. അപ്പൊ നന്ദൂന് ചമ്മന്തി ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുളക് ചമ്മന്തി ആണെങ്കിൽ ഏറെ ഇഷ്ടമാണ്. അപ്പോൾ മാത്രം ചായ കുടിക്കുള്ളൂ. ഞങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഉള്ളൂ ചായ കുടിക്കുക. അപ്പൊ ഇന്നാളെ ഏതോ ഒരു വീഡിയോയിൽ ഇന്ന് ചേച്ചി നിർബന്ധിച്ച് കുട്ടികളെ ചായ കുടിപ്പിച്ചോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ ഇടയ്ക്കൊരു പൂതിയാണ് കേട്ടോ, അല്ല നിർബന്ധിക്കുന്നതല്ല. ഇടയ്ക്ക് എല്ലാവർക്കും ഒരു പൂതിയാണ് ചൂടുള്ള ചായയൊക്കെ കുടിക്കാൻ, അങ്ങനെ കുടിക്കുന്നതാണ്. അപ്പൊ ഇന്ന് എനിക്ക് വീട്ടിലേക്ക് പോകണം കേട്ടോ. വീട്ടില് കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. ഇന്ന് തന്നെ തിരിച്ചും വരും കേട്ടോ. അപ്പൊ അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് നന്ദുവിനെ പുറപ്പെടുവിച്ചു. അനുമോളെ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ ഓള് നോക്കുമല്ലോ. പിന്നെ ഓളെ ചോറും കാര്യങ്ങളൊക്കെ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ വീട്ടിലത്തെ ഒരുവിധം പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് അടിച്ചുവാരൽ മാത്രമേ കഴിച്ചിട്ടുള്ളൂ, തുടക്കലൊന്നും നടന്നിട്ടില്ല. അപ്പൊ ഇനി നാളെ തുടക്കുള്ളൂ കേട്ടോ. ഇന്ന് എന്തായാലും തുടക്കൂല. അപ്പൊ തിരുമ്പാനുള്ളതും ഞാൻ മെഷീനിലിട്ട് തിരുമ്പി തോരയിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതാ പോവാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. 9:45 ഒരു ബസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പൊ ഞാനും കണ്ണനും കൂടി പോകുന്നുണ്ട്. തിരിച്ചു വരുമ്പോ കണ്ണൻ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ട്, പോരാന്നാ വിചാരിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ പോവുകയാണ് പറഞ്ഞപ്പോ കണ്ണൻ പറഞ്ഞമ്മ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ, ഞാനും പോരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓനെയും കൊണ്ടുപോവാണ് കേട്ടോ വീട്ടിലേക്ക്. അങ്ങനെ നന്ദുവിനെ പുറപ്പെടുവിക്കലും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഉമ്മയൊക്കെ കൊടുത്ത് തിരിച്ചു പോകുന്നതിന് കുറച്ചിങ്ങോട്ട് എത്തിയിട്ട് അമ്മ ഒരു ഉമ്മയും കൂടിയും തരുമെന്ന് വെച്ച് തിരിച്ചു വിളിച്ചിട്ടോ. അങ്ങനെ ഞാൻ വീണ്ടും ചെന്നിട്ട് ഒരു ഉമ്മയും കൂടിയും കൊടുത്തു. ചെന്നിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ അതന്നെ മനസ്സിലേക്ക് ഒരു ഇടങ്ങാറാവും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ പോന്നു. ബസ്സിന് പൂക്കോട്ടുംപാടം വരെ വന്നു കേട്ടോ. പൂക്കോട്ടുംപാടം വന്നപ്പോഴേക്കും അനിയൻ വന്നിട്ടുണ്ട് കൊണ്ടുപോകാൻ. അപ്പൊ ഞങ്ങൾ വണ്ടിയിൽ പോന്നപ്പോൾ പറഞ്ഞു കുറച്ച് മീൻ വാങ്ങല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മീൻ വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പൊ കണ്ണൻ പറയുന്നുണ്ട് തല ഉണ്ടെങ്കിൽ വാങ്ങാൻ കേട്ടോ. മീനിന്റെ തല മാത്രം വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയാല്. അപ്പൊ കിട്ടുന്ന സമയത്തൊക്കെ വാങ്ങലുണ്ട്. അപ്പൊ അവിടെ അല്ലാന്നാ പറഞ്ഞത്. പിന്നെ ഞങ്ങള് വത്തൽ മീനാണ് വാങ്ങിയത്. അതൊക്കെ വാങ്ങിയത് ആ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ അമ്മയ്ക്ക് ഇവിടെ എന്താ പറയാ, ഇപ്പോ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. ആ മഴയൊക്കെ കണ്ടിട്ട് ഭയങ്കര ടെൻഷനാണ് കേട്ടോ ആൾക്ക്. അപ്പൊ നമ്മളെ കാണുമ്പോൾ അതൊരു സന്തോഷം വേറെ തന്നെയാണല്ലോ. അപ്പൊ വിളിക്കുമ്പോഴും ഒക്കെ നമുക്ക് ആ ഒരു എന്താ പറയാ, ഒരു ഉഷാറില്ലായി ഇങ്ങനെ ആ ഒരു സൗണ്ടിൽ മനസ്സിലാവും കേട്ടോ. അപ്പൊ എനിക്കും തന്നെ അവിടെ നിൽക്കണോടത്ത് യാതൊരു സമാധാനം ഇല്ലായിരുന്നില്ലേ. അവിടെയല്ല ഇവിടെ അല്ലാത്തൊരു കോലത്തിലാണ് ഇപ്പത്തെ ഒരു നൃത്തം എന്ന് പറഞ്ഞില്ലേ. അപ്പൊ എന്തായാലും ഇതാക്കണേ, ഇവിടെ ഇപ്പുറത്തെ തൊടികയിൽ, ഇത് നമ്മളെ തൊടികയല്ല കേട്ടോ, നമുക്ക് ആകെ ഇവിടെ 10 സെന്റ് സ്ഥലമുള്ളൂ. അപ്പൊ അതിലൊരു വീട് കൊണ്ട് പറഞ്ഞില്ലേ, ഇത് ഇപ്പുറത്തെ വേറൊരാളെ തൊടികയാണ്. അപ്പൊ അതിലാണ് നമ്മൾ ഈ വിറക് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അത് അമ്മ ഇങ്ങനെ ഇടയ്ക്ക് കൊണ്ടുവരുമ്പോ അങ്ങനെ ഒരു കൂട്ടി വെക്കുന്നതാണ്. സാധാരണ നമ്മളെ വിറകര ഇപ്പുറത്താണ് കേട്ടോ. അപ്പൊ ഇതിന്ന് ഇങ്ങനെ വെട്ടി ഒടിച്ച് പാകത്തിന് നമ്മൾ അടുപ്പിക്ക് പാകത്തിന് ആക്കിയിട്ട് അയക്കി കൊണ്ടുവയ്ക്കും. അങ്ങനെയാണ് ചെയ്യലുള്ളത്. അപ്പൊ ഇത് കുറേ മുന്നേ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള വിറകാണ്. അപ്പൊ ഈ വിറകൊക്കെ നമുക്ക് വെട്ടിയൊടിച്ച് അതുക്കി വെക്കുക. ഇന്ന് നമുക്ക് കല്യാണത്തിന്റെ തലേന്നൊക്കെ പകലൊക്കെ നമുക്ക് ഇവിടെ വെക്കേണ്ടി വരുമല്ലോ. അപ്പൊ ആ സമയത്ത് കത്തിക്കാൻ വേണ്ടിയിട്ട് വിറകൊക്കെ റെഡിയാക്കി വിറകരയിൽ കൊണ്ടുവയ്ക്കാണ് കേട്ടോ. ഓലക്കൊടി ആയാലും വിറകായാലും ഒക്കെ അങ്ങനെ ഓരോന്ന് റെഡിയാക്കി വെക്കാലോ. എത്രയൊക്കെ റെഡിയാക്കിയാലും നമ്മളെ തിരക്കുകൾ ഒഴിയൂല കേട്ടോ. കല്യാണം കഴിഞ്ഞാൽ തന്നെയുള്ളൂ ഈ തിരക്കുകളൊക്കെ ഒന്ന് ഒഴിയുക. പിന്നെ കല്യാണത്തിനുള്ള വിറക് നമ്മൾ വാങ്ങുകയാണ്. അപ്പൊ ഇന്ത്യയൊക്കെ കല്യാണത്തിന് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ റബ്ബറുണ്ട്, കയറി ഉണ്ടാക്കുക ചെയ്തത്. പക്ഷെ ഇപ്പൊ ഒന്നും ആർക്കും വയ്യ കേട്ടോ പോയി ഉണ്ടാക്കാൻ. അപ്പൊ വിറക് വാങ്ങാന്നാ പറഞ്ഞത്. അങ്ങനെ വിറകെടുത്തേക്കലും ചുറ്റുഭാഗം ഓരോ പണികളുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് 2:45 ആയിട്ടുണ്ട്. ചോറിനാൻ വേണ്ടി ഇരിക്കുമ്പോ രാവിലെ ചായ കുടിച്ചതാണ് കേട്ടോ. അപ്പൊ അമ്മ എന്നെ കുറെ നേരമായി വിളമ്പിയിട്ട് വിളിക്കണം. അപ്പൊ ഞാൻ അപ്പോഴും ഓരോന്ന് ചെയ്ത് അങ്ങനെ നടക്കുന്നു. ഒരു പണി കഴിയുമ്പോഴേക്കും ഒന്ന് കാണുമല്ലോ നമ്മള്. അപ്പൊ ഇനി ഇത് കഴിച്ചിട്ട് എടുക്കാന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. പക്ഷെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എടുക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ അമ്മ ചോറുണ്ട് പകുതി മുക്കാലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ചോറാണോ ചപ്പാത്തിയാണോ വേണ്ട ചോദിച്ചപ്പോ ചപ്പാത്തി ഉണ്ട് പറഞ്ഞു. അപ്പൊ എനിക്ക് ചപ്പാത്തി മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോറ് നിർബന്ധമുള്ള കാര്യമൊന്നല്ല കേട്ടോ. അങ്ങനെ എന്തെങ്കിലും രാവിലത്തെ ചായക്കടി എന്തെങ്കിലുമൊക്കെ മതി, അതില്ലെങ്കിൽ ഞാൻ ചോറിനുള്ളൂ. അപ്പൊ അമ്മ അതാക്കണ വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കിയ ചപ്പാത്തിയാണ്. ഒരു വൈകുന്നേരം ചപ്പാത്തിയോ ദോശയൊക്കെയാണ് കഴിക്കലുള്ളത് എല്ലാവരും. അപ്പൊ വൈകുന്നേരത്തേക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കഴിച്ചത്. കണ്ണൻ പിന്നെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അമ്മ അതാക്കണ പാത്രമൊക്കെ കഴുകുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ചെയ്യുന്നത് ഉണ്ണിയപ്പത്തിന് അരക്കുകയാണ്. അപ്പൊ ഇന്ന് ഏട്ടനും ചേച്ചിയും വരുന്നുണ്ട് പറഞ്ഞിട്ടോ. അതായത് എന്റെ നാത്തൂനും ഏട്ടനും കൂടിയും വരുന്നുണ്ട്. അപ്പൊ വീട്ടിൽ ഓരോ പണികൾ ചെയ്തതല്ലേ, അപ്പൊ കല്യാണ വീടൊന്ന് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് പറഞ്ഞു. അപ്പൊ ഏതായാലും ഞാനും ഇവിടെ അല്ലേ. അപ്പൊ പണി എടുക്കുന്നതിന്റെ ഇടയിൽ വന്നിട്ട് പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു. ഒരു 2-2.5 മണിക്കൂർ പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടോ. പിന്നെ കുതിർന്നതിന് ശേഷം ഇതാക്കുന്ന മിക്സിന്റെ ജാറൊക്കെ ഇട്ടിട്ട് നമ്മുടെ ശർക്കരപ്പാനി ഉരുക്കി വെച്ചിരുന്നു. അത് ചൂടാറിയതിനു ശേഷം അത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു കേട്ടോ. ചെറിയൊരു തരിയോട് കൂടിയിട്ടാണ് അരച്ചെടുത്തത്. പിന്നെ അതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. മൈദപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. 2-3 സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തു.
മൈദ ഇല്ലാത്തോണ്ടാണ് കേട്ടോ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തത്. മൈദയോ ഗോതമ്പോ ഏതെങ്കിലുമൊക്കെ മതി. അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. പിന്നെ അതിലേക്ക് 2-3 ചെറുപഴം കൂടി ഇതാക്കണേ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ ഒരു മാവ് റസ്റ്റ് ചെയ്യാൻ വെക്കാനൊന്നും സമയമല്ല. അപ്പൊ പെട്ടെന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി ഈസ്റ്റ്, ഒരു 1/4 ടീസ്പൂണൊക്കെ ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോ അപ്പക്കാരുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അതില്ലാത്തോണ്ടാണ് ഈസ്റ്റ് ചേർത്തത്. പിന്നെ ഇതാക്കണ ഫ്ലേവറിന് വേണ്ടിയിട്ട് 2-3 ഏലക്കായയും കൂടിയും ചേർത്തിട്ട് വീണ്ടും കുറച്ചുകൂടി ശർക്കരപ്പാനി ഒഴിച്ചിട്ട് ഇതാക്കണം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് എപ്പോൾ അരച്ചു കഴിഞ്ഞാലും ഇതിൽ ചെറിയൊരു തരിതരിപ്പ് വേണം കേട്ടോ. ആ തരിയോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാൻ. ഓവർ തരി ആവും ചെയ്യരുത്, ചെറിയൊരു തരിതരിപ്പ് വേണേനും. പറ്റ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ണിയപ്പം അത്ര അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ എനിക്കാണെങ്കിൽ 4 മണീന്റെ ബസ്സിന് പോവും വേണം. പെട്ടെന്ന് ഓരോന്ന് ചെയ്യാൻ കേട്ടോ. അപ്പോഴേക്കും ഇതാക്കണേ ഏട്ടനും ചേച്ചി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓല് വന്നിട്ട് വീടൊക്കെ ചുറ്റുഭാഗം നടന്നിട്ട് കാണാണ് കേട്ടോ. ഒരുപാട് കാണാനൊന്നുമില്ല, എന്റെ വീട് കുഞ്ഞു വീടാണ് കേട്ടോ. അപ്പൊ അതിലുള്ള സ്ഥലങ്ങളൊക്കെ അമ്മക്ക് കഴിയണ അത്രയും വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാകുമല്ലോ. അപ്പൊ അങ്ങനെ വന്നതാണ് ചേച്ചിയൊക്കെ. അപ്പൊ അങ്ങനെ ഓരോ സംഭവങ്ങളും കണ്ടിട്ട് അതിന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ പറയാണ് കേട്ടോ. അപ്പൊ ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് രണ്ടാളും കൂടി ഇന്ന് ലീവ് എടുത്തതാണ് കേട്ടോ. അപ്പൊ കുട്ടികളെയൊന്നും കൊണ്ടല്ല വന്നത്, കുട്ടികൾക്കൊക്കെ സ്കൂളുണ്ട്. അപ്പൊ ഓരൊക്കെ കിട്ടിയിട്ട് അങ്ങനെ വരാൻ നിൽക്കുമ്പോഴേക്കും കുറെ ദിവസമാവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ദിവസമായി വരണം എന്ന് പറയുന്നത്. അപ്പൊ ഇന്നാണ് ഏതായാലും വരാനായത്. അപ്പൊ ഒരുക്കും തന്നെ വേറെ 1-2 സ്ഥലത്ത് കൂടെ പോവാണ്ട് പോലെ ആദ്യം വീട്ടിൽ കൂടെ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പൊ ഉണ്ണിയപ്പത്തേക്ക് അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ നാളികേരക്കൊത്തൊക്കെ വറുത്തിട്ടിട്ടുണ്ട്, നെയ്യിൽ വറുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തു. നാളികേരക്കൊത്തോ അല്ലെങ്കിൽ അതുപോലെ എള്ളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്താൽ ഉണ്ണിയപ്പത്തിന് നല്ല ടേസ്റ്റും ഭംഗിയും ഒക്കെ കിട്ടും കേട്ടോ. അപ്പൊ ഇതാക്കണ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു നോൺ സ്റ്റിക്കിന്റെ ചട്ടി ഇപ്പൊ നമ്മൾ പുതിയ മിക്സി വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ഇപ്പൊ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പൊ അതിന്റെ ഒപ്പം ഫ്രീ ആയി കിട്ടിയതാണ്. അപ്പൊ ഈ നോൺ സ്റ്റിക്കിന്റെ ഉണ്ണിയപ്പച്ചട്ടിയാണെങ്കിൽ പെട്ടെന്ന് കണ്ടിട്ട് ഉണ്ടാക്കിയെടുക്കാൻ, നമുക്ക് എണ്ണ ഒഴിച്ചിട്ടും എണ്ണ ഒഴിക്കാതെയൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ അവിടെ എന്റെ കയ്യിലുള്ളത് 12 എണ്ണം ചുടുന്നതാണ്, ഇത് 7 എണ്ണം വെച്ച് ചുടുന്നതാണ്. എന്തായാലും വളരെ പെട്ടെന്ന് ഇതിൽ ചുട്ടെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഉണ്ണിയപ്പമാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല. അതെന്താ പറയാ, എണ്ണ ചൂടാവണ ആ ഒരു ടൈം വരെ വെച്ചിട്ടുള്ളൂ. ഇപ്പൊ തന്നെ നല്ലോണം പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. ടേസ്റ്റ് ചേർക്കുകൊണ്ടേ പെട്ടെന്നുണ്ടല്ലോ പൊങ്ങി വരാന്. അപ്പൊ അങ്ങനെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അമ്മ അപ്പുറത്തതാകണേ ചായ വെച്ചിട്ടുണ്ട്. അപ്പൊ ചായ റെഡിയാക്കാണ്. അപ്പൊ ഈ ഒരു ഉണ്ണിയപ്പത്തിന്റെ നിറം എന്താ എങ്ങനെയെന്ന് ചോദിച്ചാൽ വെളുത്ത ശർക്കരയായിരുന്നു കേട്ടോ. വെളുത്ത ശർക്കര ആവുമ്പോൾ ഒരു വെളുത്ത കളർ പോലെയല്ലേ ഇരിക്കുക. കറുത്ത ശർക്കരയാണെങ്കിലാണ് നല്ല കളർ ഉണ്ടാകും ഉണ്ണിയപ്പത്തിന്. ശരിക്കും എനിക്ക് ആ കറുത്തിട്ടുള്ള ആ ഒരു കളറാണ് കേട്ടോ, ഒരു എന്താ പറയാ ഗോൾഡൻ കളർ ഉണ്ടല്ലോ, ആ ഒരു കളറാണ് ഉണ്ണിയപ്പത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പൊ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശർക്കര ചേർക്കുമ്പോൾ കൂടി പോവാതെ നോക്കണം കേട്ടോ. ശർക്കര കൂടി പോയിട്ടുണ്ടെങ്കിൽ എണ്ണ നന്നായിട്ട് കുടിക്കും, പിന്നെ നമ്മൾ ഉണ്ണിയപ്പം പൊട്ടൊക്കെ ചെയ്യും. അപ്പോൾ ഞാനിവിടെ ശർക്കരേന്റെ അളവ് എങ്ങനെ എടുക്കല് വെച്ചാല് അച്ചായിട്ടുള്ള ശർക്കര ഉണ്ടാവില്ലേ, ചെറിയ അച്ച്, അങ്ങനെയാണെങ്കിൽ നാഴി അരിക്ക് 3 അച്ച് ശർക്കര എടുക്കും കേട്ടോ. അപ്പൊ 2 നാഴി അരിയാണെങ്കിൽ 6 അച്ച് ശർക്കര എടുക്കും. 6 അച്ച് ശർക്കര എടുത്താൽ അതിലേക്ക് നമ്മൾ വേറെ മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ എന്തെങ്കിലുമൊക്കെ ചേർക്കുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ചേർക്കുമ്പോൾ അത് പാകാവും. പൊടികളൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കണേ വിചാരിച്ചാൽ വെറും പച്ചരി അരച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ 5 അച്ച് ശർക്കര എടുത്താൽ മതി. അപ്പൊ ഇതിന് മധുരമൊക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ. മധുരം കൂടി പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പണിയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ. അപ്പൊ ഏട്ടനും ചേച്ചിക്കും ഇതാക്കണേ ആദ്യം 2-3 പ്രാവശ്യം ഉണ്ടാക്കിയത് വേഗം ഓർക്കൊരു പ്ലേറ്റിക്ക് ഇട്ടിട്ട് ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചൂടാറിയിട്ട് ഓരങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ പോവാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഓരോ ചായടിയൊക്കെ കഴിഞ്ഞ് ഒരു ഉമ്മർത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ഒരു കുറച്ചേരം കൂടി ഒക്കെ കഴിഞ്ഞിട്ടേ പോകണുള്ളൂ. അപ്പൊ എനിക്ക് ഈ ബസ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കുറെ സമയം കഴിഞ്ഞിട്ടാണ്. പിന്നെ കണ്ണനെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഡോക്ടറെ. അപ്പൊ ഒരു 3:15 ചെല്ലാൻ പറഞ്ഞതാണ്. പക്ഷെ ഞാനീ പോണത് 4 മണിക്കാണ് കേട്ടോ. അപ്പൊ ഒരു 4:10 ആകുമ്പോഴത്തേനും കുടുംബത്ത് എത്തുണ്ടാവും. അപ്പൊ നമുക്ക് ബസ് കയറാനൊന്നും ദൂരം പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ തന്നെയാണ് കേട്ടോ. ബസ്സിന്റെ ഓണടി കേൾക്കുമ്പോൾ അങ്ങോട്ട് കയറിയാൽ മതി, അത്ര സുഖമാണ് നമുക്ക് ബസ് കയറാനൊക്കെ. അപ്പൊ അങ്ങനെ ഞാൻ തിരിച്ചു കേട്ടോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് അമ്മ വിളിക്കുമ്പോൾ പെട്ടെന്ന് വരാനും പോവാനും ഒക്കെ എനിക്ക് എളുപ്പമാണ്. പിന്നെ ഞങ്ങൾ ഇതാക്കണം ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ ഇന്ന് തിരക്കുണ്ടോ ചോദിച്ചാൽ തിരക്കുണ്ട്, തിരക്കില്ലേ ചോദിച്ചാൽ തിരക്കില്ല, അങ്ങനെയാണ്. എല്ലായിടത്തും പനി തന്നെയാണ് കേട്ടോ. പക്ഷെ എന്താണെന്നറിയില്ല, ഈ ഒരു സമയത്ത് കുറച്ച് തിരക്ക് കുറവായിരുന്നു. അപ്പൊ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങളെ പേര് വിളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ കറക്റ്റ് സമയത്തൊക്കെ തന്നെയാണ് എത്തിയത്. അപ്പൊ ഡോക്ടർ വരാൻ ഇന്ന് കുറച്ച് നേരം വൈകിയെന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ആൾക്കാര് കൂടുതലായിട്ടും പുറത്താണ് ഇരിക്കുന്നത് കേട്ടോ. മക്കളെയൊക്കെ കൊണ്ട് പുറത്തു കൂടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ റിയാസ് ഡോക്ടറെ കാണിച്ചു, കുട്ടികളുടെ ഡോക്ടറാണ്. അപ്പൊ ഇവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മാറും. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഡോക്ടറെയൊക്കെ കാണിച്ചപ്പോഴേക്കും ഏട്ടൻ പണിയൊക്കെ കഴിഞ്ഞ് അതിൽ വന്നു. ഏട്ടൻ പറഞ്ഞേന്ന് അവിടെ നിൽക്കാൻ കേട്ടോ. എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ബസ്സിനൊന്നും പോരണ്ടല്ലോ, ഏട്ടൻ്റെ ഇപ്പം വണ്ടിക്ക് പോന്നാൽ മതി വിചാരിച്ചിട്ട് അവിടെ നിന്നു. ഒരു 10-15 മിനിറ്റ് ഏട്ടന് വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണേ. വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.
അപ്പൊ എന്റെ വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. അപ്പൊ കോമള ചേച്ചി ഒരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു. അപ്പൊ കോമള ചേച്ചിക്ക് ഒരു ഹായ് ഉണ്ട്. അതുപോലെ ഹസ്ന എന്ന് പറയുന്ന നമ്മളെ സബ്സ്ക്രൈബർ ഒരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു. ഹസ്നയ്ക്കും വലിയൊരു ഹായ് ഉണ്ട്. താങ്ക് യു.